പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് ചൂടുയരുന്ന ഈ സമയത്ത് രാഷ്ട്രീയ രംഗം വീണ്ടും ചർച്ചകളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ഭക്ഷണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശവുമായി മുന്നോട്ട് വന്നത്. പുരുലിയയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോൾ BJP അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ ദിനചര്യകളിലും പ്രത്യേകിച്ച് ഭക്ഷണശീലങ്ങളിലും ഇടപെടൽ ഉണ്ടാകുമെന്ന ആശങ്കയാണ് മമത ഉയർത്തിയത്. മീൻ, ഇറച്ചി, മുട്ട പോലുള്ള സാധാരണ ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ പാടില്ലാത്ത സാഹചര്യം ഉണ്ടാകാമെന്നായിരുന്നു അവരുടെ മുന്നറിയിപ്പ്. ഇതൊരു സാധാരണ രാഷ്ട്രീയ ആരോപണമല്ല. ബംഗാളികളുടെ സംസ്കാരവുമായി ചേർന്നിരിക്കുന്ന ഭക്ഷണ രീതിയെ ലക്ഷ്യമിട്ട് നടക്കുന്ന നീക്കമാണെന്ന് മമത തുറന്നു പറഞ്ഞു. ബംഗാളിൽ മീനും മാംസവും വെറും ഭക്ഷണമല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനാൽ ഈ വിഷയത്തിന് ജനങ്ങളിൽ വലിയ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മത്സരം നയിക്കുന്നത് വികസനം മാത്രമല്ല, ഭക്ഷണം, സംസ്കാരം, വ്യക്തിഗത സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറിയിരിക്കുന്നു. അതേസമയം BJP ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചു. ഞങ്ങൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ആളുകൾ സാധാരണ പോലെ മാംസഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും ഇത് വെറും ഭയപ്പെടുത്താനുള്ള രാഷ്ട്രീയ പ്രചാരണം മാത്രമാണെന്നും പാർട്ടി നേതാക്കൾ പ്രതികരിച്ചു. ഇതിലൂടെ വിഷയത്തിന് ഇരുവശത്തു നിന്നും ശക്തമായ നിലപാടുകൾ ഉയരുകയാണ്. റാലിയിൽ മമത കൂടുതൽ കടുപ്പമുള്ള ആരോപണങ്ങളും ഉന്നയിച്ചു. BJP മതപരമായ സഹിഷ്ണുത പാലിക്കുന്നില്ലെന്നും രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അവർ ആരോപിച്ചു. കൂടാതെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആദിവാസികൾ ചൂഷണം ചെയ്യപ്പെടുകയും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതായി അവർ പറഞ്ഞു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ കടുപ്പമാവുകയാണ്. രാഷ്ട്രീയ വേദിയിൽ ഓരോ വാക്കും ഇപ്പോൾ വലിയ പ്രാധാന്യമുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണ സ്വാതന്ത്ര്യം പോലുള്ള വിഷയങ്ങൾ ഇനി വ്യക്തിപരമായി ഒതുങ്ങുന്നില്ല, അത് രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. ഭക്ഷണ സ്വാതന്ത്ര്യം പോലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിന്റെ കേന്ദ്രബിന്ദു ആകുന്നു എന്ന പശ്ചാത്തലത്തിൽ ഇത്തരം പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നതാണ് വിലയിരുത്തൽ. ഇത് വോട്ടർമാരുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്.